Good morning, ma'am. Good morning, ma'am. Good Morning, ma'am. ma'am. Good morning, ma'am. Morning, ma'am. Peacefully ആണെന്ന് വിചാരിച്ചു കാണാനിട്ട് അതെ അതെ ലേറ്റ് ആകാറില്ലല്ലോ അതുകൊണ്ട്. ഓക്കെ ഓക്കെ ഓണമൊക്കെ ആഘോഷിച്ചു എല്ലാവരും. യെസ് മാം. ഓക്കെ, നല്ല രീതിയിൽ ഹാപ്പി ആയിരുന്നു എല്ലാവരും. ഓണമൊക്കെ ആഘോഷിച്ചു, അങ്ങനെ വീണ്ടും ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം മോർച്ചറി സർവീസ് ഒരു ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു പേജോളം പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഓർമ്മയുണ്ടോ? കുറച്ച് ദിവസമായില്ലേ ഓണാഘോഷ പരിപാടികളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെ? ദെൻ അപ്പോ എന്തായിരുന്നു മോർച്ചറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊന്ന് പറയാമോ? എന്താണ് മോർച്ചറി ഉദ്ദേശിക്കുന്നത്? മോർച്ചറി ഒന്നറിയില്ലേ? ബോഡി ഐഡന്റിഫൈ ചെയ്യാനും ഫോറൻസിക്കിന്റെ ഇതിനൊക്കെ വേണ്ടിട്ട് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഡോണ് ഫോറൻസിക് റിപ്പോർട്ടിനും മറ്റു പോലീസ് ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയുള്ള ഡെഡ് ബോഡീസ് അത് സംസ്കരിക്കുന്നതിനും വരെ നമുക്ക് കീപ്പ് ചെയ്യാവുന്ന ഒരു ഡോണ് ഒരു ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു പാർട്ടാണ് മോർച്ചറി എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ പറഞ്ഞു മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗ്യൂ എന്നാണ്, വിച്ച് മീൻസ് ടു ലുക്ക് അറ്റ് സോളംലി ടു ഡിഫൈൻ. അതായത് സീരിയസ് ആയിട്ട് ഹോൾഡ് ചെയ്യുക, സൂക്ഷിക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് മോർച്ചറിക്ക് വരുന്നതെന്ന് പറഞ്ഞു. നമ്മള് മോർച്ചറി എന്നാണ് മോർഗ്യൂന്ന് യൂസ് ചെയ്യുന്നത് നോർത്ത് അമേരിക്കനിലാണെന്ന് പറഞ്ഞു. നമ്മളുടെ ഇവിടങ്ങളിൽ നമ്മൾ കോമൺ ആയിട്ട് മോർച്ചറി തന്നെയാണ് കണ്ടിരിക്കുന്നത് അല്ലെ? നമ്മൾ നോക്കിയായിരുന്നു നീഡ് ഫോർ മോർച്ചറി അല്ലെ? എന്തൊക്കെയാണ് ഒരു മോർച്ചറിയുടെ ആവശ്യങ്ങൾ എന്ന് നമ്മള് കുറച്ച് പോയിന്റ്സ് പറഞ്ഞായിരുന്നു. നമ്മൾ പറഞ്ഞു എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അധികം അങ്ങനെ കാണപ്പെടാത്ത ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും മോർച്ചറി സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു എന്താണ് കെയർഫുള്ളി ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ പോലീസ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റാഫ് അല്ലെ, അങ്ങനെ സ്റ്റുഡൻസിന് സ്റ്റാഫിനൊക്കെ റിലേറ്റീവ്സിനും പ്രയോജനകരമാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെയിം ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി പബ്ലിക് ആയിട്ടുള്ളൊരു എന്താണ് ഒരു പബ്ലിക് റിലേഷന് കൂടുതലും ഇത് ചെയ്യുള്ളൂ. കാരണം ഒരാളിപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ സെയിം ഹോസ്പിറ്റലിൽ മോർച്ചറി സർവീസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഡെഡ് ബോഡി കീപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ഓരോ ഹോസ്പിറ്റലിന് തേടേണ്ടതായിട്ടൊക്കെ വരും. പിന്നെ നമ്മൾ പറഞ്ഞു സോഷ്യലി ആൻഡ് ലീഗൽ അപ്രോച്ച് ഒക്കെ അനുസരിച്ചിട്ട് വേണം മോർച്ചറി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡെഡ് ബോഡീസിനുള്ളൊരു ഇമോഷണലി ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ജസ്റ്റ് ഒന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ ക്ലാസ് എടുക്കുന്നത്, അപ്പൊ അതിന്റെ ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോളൂ. അപ്പൊ ക്ലിയർ ആയല്ലോ മോർച്ചറി എന്താണെന്ന്? അവിടെ വരെ നിൽക്കണമല്ലോ എല്ലാവരും? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ്. എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നാണ് ഇത് നോക്കാൻ പോകുന്നത്. Okay, functions നോക്കാം. First one നോക്കാം. To conserve the dead body till the formalities of handling over the deceased is completed. Means deceased is completed. അതായത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു മോർച്ചറിയുടെ മരിച്ച ആളുടെ അതായത് ഇപ്പൊ കൈമാറ്റം നമ്മള് ഈ ഡെഡ് ബോഡി കൈമാറ്റം ചെയ്യുന്നതിന് മുൻപ് ഓരോ നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? ചിലപ്പോ പെട്ടെന്ന് ഒരു മരിച്ച വ്യക്തിയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യണം? പെട്ടെന്നുള്ള മരണങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ? എന്തുകൊണ്ടാണ് മരണകാരണം കണ്ടുപിടിക്കണം അല്ലെ? ഇപ്പൊ സൂയിസൈഡ് കേസുകളോ മറ്റു മർഡർ കേസുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ആ ഒരു മരിച്ചയാളെ നമ്മൾ കൈമാറ്റം അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ മൃതദേഹങ്ങൾ സൂക്ഷിക്കണം അല്ലെ? അത് കീപ്പ് ചെയ്യണം. മീൻസ് ആ നടപടിക്രമങ്ങൾ വെച്ചാൽ നടപടിക്രമങ്ങൾ ഇതുപോലെ ഇപ്പൊ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ആണോ, അറ്റംപ്റ്റ് ആണോ, അല്ലെങ്കിൽ മർഡർ കേസുകളാണോ, എന്താണോ, അങ്ങനെ പോലീസ് വന്ന് അന്വേഷിച്ച് അതിന്റെ തെളിവെടുപ്പും കാര്യങ്ങളും ചിലപ്പോ ഫോറൻസിക്കിനൊക്കെ നമ്മൾ ഡെഡ് ബോഡി നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഇപ്പൊ മരിച്ചു കഴിയുമ്പോ ആളുടെ ഡെഡ് ബോഡീസ് നോക്കുന്നു, പല നിയമങ്ങളും അല്ലെ? പോലീസുകാർ വന്നു, ഫോറൻസിക്കിന്റെ ആളുകൾ വന്നു, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട് ഡെഡ് ബോഡീസ് കൈമാറ്റം ചെയ്യുന്നതിന് മുന്നായിട്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിലേറ്റീവ്സിന് ഈ ഡെഡ് ബോഡി കൈമാറുകയുള്ളൂ അല്ലെ?
അപ്പൊ അത്തരത്തിലുള്ള നടപടികൾ നമ്മൾ ആ ഒരു നടപടികൾ പൂർത്തിയാകുന്നത് വരെ ഡെഡ് ബോഡി എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അതാണ് ഒരു മോർച്ചറിയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ മോർച്ചറി എന്ന് പറഞ്ഞൊരു ഇതില്ലെങ്കിൽ ഡെഡ് ബോഡി നമ്മൾ എവിടെ സൂക്ഷിക്കും, അതിന് വേണ്ടി പ്രിപ്പയർ ആയിട്ടുള്ള ഒരു റൂമാണ് മോർച്ചറി എന്ന് പറയുന്നത്. സോ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ എന്ത് ചെയ്യാം, ഡെഡ് ബോഡീസിന് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കാം. Then second point, to keep the dead body unclaimed till relatives claim and take away from final disposal. Unusually, bodies that are not claimed are kept for 72 hours and unless claimed till that period, disposal of dead body is done in keeping with the existing policy of hospital as per the law of land. എളുപ്പമാണ്, കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മീൻസ് സെന്റൻസിൽ തന്നേക്കണമെന്നുള്ളൂ. കാര്യം ഇത്രേ ഉള്ളൂ. അതായത് മൃതദേഹങ്ങൾ നമ്മൾ ഡെഡ് ബോഡീസിന് ക്ലെയിം ചെയ്യുന്നു എന്ന് പറയുന്നത്. എന്താണ് ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃതദേഹങ്ങള് മീൻസ് ഓരോ പ്രോസസ്സും കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ഇദ്ദേഹം മരിച്ചിരിക്കുന്നത്, ആ വ്യക്തി, ആ മരണ കാരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യപ്പെടും അല്ലെ. അപ്പോ എന്താണ് ഈ ക്ലെയിം ചെയ്യപ്പെടാത്തത്, ഇപ്പൊ മൃതദേഹങ്ങൾ ക്ലെയിം ചെയ്യപ്പെടാത്തത് ബന്ധുക്കള് ക്ലെയിം ചെയ്തതിനു ശേഷമാണ് അന്തിമ മീൻസ് ലാസ്റ്റ് ഡിസ്പോസൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ശവസംസ്കാരം അന്തിമ കർമ്മത്തിന് കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള ഈ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ക്ലെയിം ചെയ്തതിനു ശേഷം മാത്രമാണ്. ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞില്ലേ ആ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ക്ലെയിം ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇപ്പോ എന്താ പറയാ, ക്ലെയിം ചെയ്യുക വെച്ചാൽ എന്തായാലും മലയാളത്തിൽ പറയാം, കാര്യം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, തെളിവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മരിച്ചത്. ഇപ്പോ ആക്സിഡന്റ് കേസുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചിലപ്പോ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും ജോലി സ്ഥലങ്ങളിൽ ഇതൊക്കെ മരിക്കുകയാണെങ്കിൽ ആ മീൻസ് ആ ടൈമിൽ മരിക്കുകയാണെങ്കിൽ ചിലപ്പോ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ക്ലെയിമും കാര്യങ്ങളൊക്കെ അവർക്ക് ആ ഒരു മീൻസ് വർക്കിംഗിൽ തന്നെയാണ് മരിക്കുകയെങ്കിൽ അങ്ങനെയുള്ള കേസസും നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം പാലിച്ചതിന് ശേഷം മാത്രമേ മറ്റ് അന്തിമ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റിലേറ്റീവ്സിന് ബോഡി കൈമാറുകയുള്ളൂ. ഇനി ക്ലെയിം ചെയ്യാത്ത മൃതശരീരങ്ങൾ, അതായത് ഡെഡ് ബോഡീസ്, ഒന്നും ചെയ്യാത്ത ഡെഡ് ബോഡീസ് ഉണ്ടാകും അല്ലെ. ചിലപ്പോ അജ്ഞാത മൃതദേഹങ്ങള് നമ്മള് ന്യൂസ് പേപ്പറിലൊക്കെ കാണാറുണ്ട് ഇല്ലേ, കാണാറുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അജ്ഞാത മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ചിലപ്പോ എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മള് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് എല്ലാവരും, വായിക്കാറുണ്ട് എല്ലാവരും? യെസ്, വായിക്കുന്നവരാണെങ്കിൽ എപ്പോഴായാലൊക്കെ ഒന്ന് വായിക്കണോട്ടോ. അപ്പോ വായിക്കുമ്പോൾ നമ്മൾ അതിൽ മോർച്ചറിയില് ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു പറയാറുണ്ട് അല്ലെ. അപ്പോ അതുപോലെ ഇപ്പോ ക്ലെയിം ചെയ്യാത്ത മൃതദേഹങ്ങൾ ഡെഡ് ബോഡീസ് ആണെങ്കിൽ മാക്സിമം ഒരു 72 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും, മോർച്ചറിയിൽ സൂക്ഷിക്കും. ആ കാലയളവ് വരെ ക്ലെയിം ചെയ്തില്ലെങ്കിൽ ആ ഒരു സംസ്കരിക്കുന്നതിനുള്ള ബാക്കി സംസ്കാരത്തിനുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നു. 72 മണിക്കൂറാണ് മാക്സിമം നമ്മൾ ക്ലെയിം ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതെല്ലാം വേറെ ആരും വന്നില്ല, ബാക്കി ക്ലെയിമുകളൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മള് റിലേറ്റീവ്സിന് കൈമാറും അത് സംസ്കരിക്കാനായിട്ട് കേട്ടോ. അവകാശങ്ങളില്ലാത്തവരെ. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ടു റിസീവ് ആൻഡ് സ്റ്റോർ ഡെഡ് ബോഡി that requires postmortem examination അല്ലെ. അതായത് ഇതിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മോർച്ചറിയിൽ സൂക്ഷിക്കും. അവിടെ ഡെഡ് ബോഡിയെ സ്വീകരിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അല്ലെ. ചിലപ്പോ ഇപ്പോ ഹോളിഡേയ്സോ അങ്ങനെ ചിലപ്പോ സൺഡേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ അവധി ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ചിലപ്പോൾ 2 ദിവസമൊക്കെ ഡിലേ ഒക്കെ വരും ഈ ബന്ധുക്കൾക്ക് ബോഡി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെഡ് ബോഡി മോർച്ചറിയിൽ അത്രയും ദിവസം സൂക്ഷിക്കും. പിന്നെ ചില സന്ദർഭങ്ങളിലെ ഇപ്പൊ ചില വ്യക്തികളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോ ആളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഇപ്പൊ പുറത്തോ അങ്ങനെ വരാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ വീട്ടിലും ഫ്രീസർ ചെയ്ത് അങ്ങനെ വെക്കാറുണ്ട്. പക്ഷെ ചിലവർ ഇപ്പൊ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെഡ് ബോഡി സംസ്കരിക്കുന്നതെങ്കിലും എന്ത് ചെയ്യും, ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ നമ്മൾ ഈ ഡെഡ് ബോഡി സൂക്ഷിക്കാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയും നമ്മൾ ഡെഡ് ബോഡി സൂക്ഷിക്കും. അപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, ഡെഡ് ബോഡി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. Then to conduct medico legal postmortem work, അതായത് ഇപ്പോ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക് നടത്താൻ, അതായത് എന്തെങ്കിലും ലീഗലി വരുന്ന കേസുകൾ. എന്തൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസ് ഉദ്ദേശിക്കുന്നത്? മെഡിക്കോ ലീഗൽ കേസ് എന്തൊക്കെയാണ് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത്?
പോസ്റ്റ്മോർട്ടം ചെയ്യുന്നേ പ്രയർ ആയിട്ടുള്ള കേസുകൾക്കാണല്ലോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. എക്സാമ്പിള് റേപ്പ് കേസുകൾ വരാം, പിന്നെ എന്തൊക്കെ വരാം, മർഡർ കേസുകൾ വരാം, അല്ലെ, സൂയിസൈഡ് കേസുകൾ വരാം. സൂയിസൈഡ് ചെയ്തതാണോ, ഇനി ആണെങ്കിലും ഇനി എന്തെങ്കിലും വളരെയായിട്ട് ചെയ്തതാണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം, അല്ലെ. ആക്സിഡന്റ് കേസുകൾ എങ്ങനെയാണ് മരണപ്പെട്ടത്, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മെഡിക്കൽ ലീഗൽ ആയിട്ടുള്ള കേസുകൾക്ക് പോസ്റ്റ്മോർട്ടം വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെഡ് ബോഡി സ്റ്റോർ ചെയ്യുന്നു. Then to give teaching programs for undergraduate and postgraduate students, അല്ലെ. അതായത് ടീച്ചിങ് പ്രോഗ്രാംസിന് വേണ്ടി, അതായത് ഇതുപോലെ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഡെഡ് ബോഡിയെ വെച്ചിട്ട് ഈ മെഡിക്കൽ കോളേജിലും മറ്റും സ്റ്റുഡൻസ്, അല്ലെ, മെഡിക്കലി പഠിക്കുന്ന സ്റ്റുഡൻസ് അവരെ പഠിപ്പിക്കുന്നത് ഇതുപോലെ ഡെഡ് ബോഡീസും അങ്ങനെയൊക്കെ. നമ്മൾ ഡെഡ് ബോഡീസ് ചിലപ്പോ മെഡിക്കൽ കോളേജുകൾക്കൊക്കെ മരണശേഷം ചിലപ്പോ നമ്മൾ കാണുന്നത് നമ്മുടെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യേ. അതുപോലെ തന്നെ ചിലപ്പോ ബോഡി എന്ത് ചെയ്യാനായിട്ട് പൂർണ്ണ സമ്മതമൊക്കെ നേരത്തെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. അതായത് മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാനും മറ്റൊക്കെ ആയിട്ടൊക്കെ നമ്മളുടെ ഡെഡ് ബോഡി നമ്മൾ അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അത് കണ്ണുദാനം അവയവദാനങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഓൾറെഡി എഴുതി കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനും മറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡെഡ് ബോഡി നമ്മൾ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. ചിലപ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നിക്കാണും. പേടിയുണ്ടോ? പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ല. അതൊക്കെ പണ്ട് നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോ ഇതുപോലെ മോർച്ചറി ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു, ഇല്ലേ? ഇപ്പൊ അങ്ങനെ പേടിയുണ്ടോ? മോർച്ചറി എന്ന് പറയുമ്പോ പേടിയുണ്ടോ കൂട്ടത്തിൽ ആർക്കെങ്കിലും? പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ മോർച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്, അല്ലെ. പണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശരിയാണ്, ചിലപ്പോ മോർച്ചറി എന്നുള്ള ബോർഡ് കണ്ടിട്ടുണ്ടാവും, നമ്മൾ അങ്ങനെ അധികം നോക്കാറില്ല, അല്ലെ, മൈൻഡ് ചെയ്യാറില്ല. ഇല്ലാലോ? ആരെങ്കിലും നോക്കാറുണ്ടോ? നമ്മൾ കൂടുതലായിട്ട് നോക്കാറില്ല അതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ എന്താണെന്നൊന്നും നമ്മൾ ആരും നോക്കാറില്ല. പക്ഷെ നമ്മളിപ്പോ അതിന്റെ ഓരോ ഡീറ്റെയിലും എന്താണ് മോർച്ചറി, എങ്ങനെയാ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെ, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മോർച്ചറി പോയി നോക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ അറിയണേണ്, അല്ലെ. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയാണ് ചെയ്യുന്നത്, അല്ലെ. നമുക്ക് ഇതുവരെ ഒന്നും അറിയാത്ത ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ. ICU അല്ലെങ്കിൽ വെന്റിലേറ്റർ, ഇതെല്ലാം നമ്മൾക്ക് കയറിച്ചെന്ന് നമുക്ക് പരിശോധിക്കാനോ മറ്റും ഒന്നും അലൗഡ് അല്ലാത്ത ഏരിയകളായിരുന്നു, അല്ലെ. പക്ഷെ അലൗഡ് അല്ലെങ്കിൽ പോലും നമുക്ക് അതിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ലേ? ഇല്ലേ? ആണോ? കുറെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇപ്പൊ വാർഡും ബാക്കി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമുക്കറിയാം, ലേബർ റൂമിൽ കുറച്ചൊക്കെ അറിവൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഏരിയകളെ കുറിച്ച് നമുക്ക് കുറച്ചല്ല അത്യാവശ്യം വേണ്ടുന്ന അറിവൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെ. ഇത് നമ്മൾ ജോലിയൊക്കെ കിട്ടി വർക്കിംഗിൽ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിനോട് അടുത്തറിയും ഓരോ ഡിപ്പാർട്ട്മെന്റുകളും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞോളൂ. Then നെക്സ്റ്റ് പോയിന്റ് നോക്കാം. To give teaching program for undergraduate students എന്ന് പറഞ്ഞു. Then last one, the type of dead body preserved in the mortuary can be classified as, അതായത് ഡെഡ് ബോഡി പ്രിസർവ് ചെയ്തിരിക്കുന്നത് മോർച്ചറിയിൽ രണ്ട് വിഭാഗത്തിലായിട്ടാണ്. നോ മെഡിക്കോ ലീഗൽ ബോഡീസ് ഉണ്ടാവും, അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ ഇതുപോലെ ആക്സിഡന്റോ മറ്റു കേസുകളൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നുണ്ട്. അല്ലാതെ വരുന്ന നോൺ മെഡിക്കോ ലീഗൽ കേസസ്, അതിനകത്ത് ഇതുപോലെ മൃതദേഹങ്ങൾ വരാം, അല്ലാതെ മരിച്ചിട്ട് മോർച്ചറിയിൽ മാറ്റി വെച്ചിരിക്കുന്നത്, മീൻസ് വേറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡെഡ് ബോഡീസും അതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫങ്ഷൻസിൽ വരുന്നത്. നിങ്ങളത് വായിച്ചു നോക്കിക്കോളൂ. ഫങ്ഷൻസ് എളുപ്പമാണ്, വായിച്ച മനസ്സിലാക്കാവുന്ന പോയിന്റ് ഉള്ളൂ കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. വായിച്ചു നോക്കിക്കോളൂ. $72 ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. 72 hours എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാലോ.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ല അവരോ? വായിച്ചോ? ഓക്കെ. നമ്മൾ മോർച്ചറിയുടെ ഫങ്ഷൻസ് നോക്കി. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പ്ലാനിങ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി. ഒരു മോർച്ചറി എങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്ലാനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ലൊക്കേഷനും അതിനുള്ള സ്പേസും കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ലൊക്കേഷൻ. എങ്ങനെയാണ് ഒരു മോർച്ചറിയുടെ ലൊക്കേഷൻ എന്ന്? എങ്ങനെയാണ്, എവിടെയാണ് നമ്മൾ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മോർച്ചറി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. എവിടെയായിരുന്നു? നമ്മൾ കയറി വരുമ്പോ തന്നെയാണോ? എൻട്രൻസിൽ തന്നെയാണോ മോർച്ചറി? ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഓക്കെ. ഗ്രൗണ്ടിൽ എവിടെയായിട്ടാണ്? പെട്ടെന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലാണോ? ആരും ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള ഒരു ഡൂബിയസ് ആയിട്ടുള്ള പ്ലേസിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം, ലൊക്കേഷൻ ആണ് ഇനി പറയുന്നത്. The location should be dubious, obscure place in a separate building to where the dead bodies can be reached in a non-disturbing way. നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൂബിയസ് ഒബ്സ്കർ, അതായത് നമ്മൾ എന്താണ് സംശയാസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും അല്ലെ. അത് ഒരു സെപ്പറേറ്റ് ബിൽഡിംഗില്, പ്രത്യേക കെട്ടിടത്തിലൊക്കെ ആയിരിക്കും. നിങ്ങൾ പറഞ്ഞു ചിലപ്പോ ചില ഹോസ്പിറ്റലുകളില് ബാക്ക് സൈഡില് അതിനുള്ള സെപ്പറേറ്റ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാകും അല്ലെ. അവിടേക്ക് ആയിരിക്കും ചിലപ്പോ മോർച്ചറി സ്ഥിതി ചെയ്തിരിക്കുന്നത്. അപ്പോ ഒരു പ്രത്യേക കെട്ടിടത്തിലായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ആരും ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാത്ത ഒരു ഏരിയയിലായിരിക്കും ഒരു മോർച്ചറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Then there should be easy access from ward, ICU, OT, emergency and pathology department. OT means എന്താണ്? OT means എന്താണ്? പെട്ടെന്ന് കമന്റ് ചെയ്യൂ. OT എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. അപ്പോ എന്താണ്? ICU എന്നും ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ എമർജൻസി പാത്തോളജി ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി അല്ലെ, എന്നിവിടങ്ങളിൽ നിന്നും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസിൽ തന്നെ ആയിരിക്കും മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ലൊക്കേഷൻ അല്ലെ. അതായത് താഴ്ത്തായിരിക്കും, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഏരിയയിലായിരിക്കും, വേറെ ഡിസ്റ്റർബും കാര്യങ്ങളൊന്നും വരാത്ത ഒരു ഏരിയയിലായിരിക്കും. അതുപോലെ തന്നെ ICU, OT, വാർഡ്, ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു ഏരിയയിലായിരിക്കും മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ. ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചതാണ് അല്ലെ. സെക്കൻഡ് വൺ നോക്കാം, സ്പേസ് റിക്വയർമെന്റ്. ഇനി അതിനുള്ളിലെ സ്പേസ് എങ്ങനെയാണ് അലൗഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. Relies on the size and the type of hospital and the workload. അതായത് ഹോസ്പിറ്റലിന്റെ തരം അല്ലെങ്കിൽ സൈസ്, അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഒരു മോർച്ചറിയും ആ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ളത് അല്ലെ. അതായത് വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സൈസിലുള്ള മോർച്ചറി സർവീസ് ആയിരിക്കും അവിടെ ഉള്ളത്. ഹോസ്പിറ്റലിന്റെ സൈസും തരമൊക്കെ അനുസരിച്ചിട്ടാണ് ആ മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. Then കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്, COPP, അണ്ടർലൈൻ ചെയ്യാം. COPP, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്. അതായത് ഹോസ്പിറ്റലിലെ ഒരു പ്രൊജക്ട്, ഒരു പ്ലാൻ ആണ്. മീൻസ് ഒരു എന്താ പറയാ, നമ്മൾ ഓരോ എന്താ പറയാ ഗ്രൂപ്പുകൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളൊരു മീൻസ് ആ കമ്മിറ്റി കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. COPP, അണ്ടർലൈൻ ചെയ്യാം. കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ഹാസ് റെക്കമെൻഡഡ് ആൻ ഏരിയ. അപ്പോ ഈ മോർച്ചറിക്കുള്ള ഏരിയ പ്ലാൻ ചെയ്യുന്നത് ആരാണ്? COPP ആണ്. കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ആണ് നമ്മൾ മോർച്ചറിക്കുള്ള ഏരിയകളും മറ്റും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോ ഇവിടെ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 6.8 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ജനറൽ ഗൈഡ് ലൈനിൽ പറയുന്നത്. ഒരു മോർച്ചറിക്ക് മിനിമം വേണ്ടുന്ന ഏരിയ കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത് 6 to 8 സ്ക്വയർ ഫീറ്റ് ആയിരിക്കണം. അതാണ് സ്പേസ് പറയുന്നത്. അവിടെ ഇമ്പോർട്ടന്റ് ആണ്. COPP ഇമ്പോർട്ടന്റ് ആണ്. റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ COPPയുടെ എക്സ്പാൻഷൻ ഫോമും ചോദിക്കാം. 2 ക്വസ്റ്റ്യൻ അവിടെ നിന്ന് തന്നെ വരാം അല്ലെ. അപ്പൊ ഇതാണ് ലൊക്കേഷനും സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ രണ്ടോ? ഇപ്പൊ തന്നെ നമ്മള് വായിച്ചപ്പോ തന്നെ പഠിച്ചെല്ലാവരും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്?
സ്പേസ് തീരുമാനിക്കുന്നത് ആരാണ്? COPP ആണ്. 6 to 8 സ്ക്വയർ ഫീറ്റ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഒരു മോർച്ചറിക്ക് വേണ്ട ജനറൽ ഗൈഡ്ലൈൻസ് എന്ന് നമ്മള് ചിലപ്പോ എക്സാമിന് ചോദിച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആയ രണ്ടും ലൊക്കേഷനും സ്പേസ് റിക്വയർമെന്റും ക്ലിയർ ആയ എല്ലാവർക്കും? കുഴപ്പമില്ലല്ലോ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. Then നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫങ്ഷണൽ ഏരിയാസ്. ഇവിടെ വർക്കിംഗ് ആയിട്ടുള്ള ഫങ്ഷണൽ ഏരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. എന്താണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ എന്ന് ഉദ്ദേശിക്കുന്നത്? പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു ആംബുലൻസ് ഒക്കെ അതിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരിക്കണം അല്ലെ? അതിനുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. നോക്കാം. ആംബിൾ പാർക്കിംഗ് ഏരിയ വിത്ത് കവേർഡ് ഏരിയ ഓഫ് അബൌട്ട് 18 meters square for vehicle should be facilitated the entrance to the body store in order to protect from wet weather and screen from adjacent area with an exit to secondary road or parking area. Amble means in the amble question amble parking area. And the amble എന്ന് വെച്ചാൽ നമ്മൾ ലോട്ട് ഓഫ് എന്ന് പറയാറുണ്ട് അല്ലെ? അതായത് ധാരാളം, അതായത് നല്ല ധാരാളമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. വിത്ത് കവേർഡ് ഏരിയ അബൌട്ട് 18 meter square. അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം ഒരു 18 meter സ്ക്വയറില് ഏരിയ ഒരു ഫുള്ള് കവർ ചെയ്തിരിക്കണം എന്ന്. അതായത് ഇപ്പൊ നമ്മള് ആംബുലൻസൊക്കെ ഇട്ട് ഷീറ്റൊക്കെ വിരിച്ച് അതായത് പൊതിഞ്ഞിട്ടുള്ള ഒരു പോർട്ടിക്കോ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പൊതിഞ്ഞ പോർട്ടിക്കോ എന്ന് പറയുന്നത്? should be facilitated entrance body store protect from wet weather and screen. അതായത് ഇപ്പോൾ മഴയിൽ നിന്നും മറ്റും സംരക്ഷിക്കാൻ, മഴയിൽ നിന്നും മറ്റും വെതറിന്റെ ക്ലൈമറ്റ് മീൻസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് വേണം? നമ്മുടെ പോർട്ടിക്കോ പൊതിഞ്ഞ അതായത് ഷീറ്റൊക്കെ ഇട്ട് ആംബുലൻസൊക്കെ ഇട്ട ഒരു ഏരിയയിലായിരിക്കണം ഈ പാർക്കിംഗ് ഏരിയ വരേണ്ടത്. അങ്ങനെ ആയിരിക്കും കൂടുതലും ഹോസ്പിറ്റലുകളിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എങ്കിലും അത്യാവശ്യം ഇങ്ങനെയുള്ള ഒരു കവേർഡ് ചെയ്തിട്ടുള്ള പോർട്ടിക്കോ ആയിരിക്കും അല്ലേ? ആണോ? എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോർച്ചറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പാർക്കിംഗ് സൗകര്യങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം കവർ ചെയ്തിട്ടുള്ള, അതായത് ഡെഡ് ബോഡീസ് ഒക്കെ എടുക്കുമ്പോ ഇപ്പൊ മഴയൊന്നും കൊള്ളാൻ പാടില്ല അല്ലെ? ഡെഡ് ബോഡീസ് ഒക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്? ഇതിനുള്ളൊരു പൊതിഞ്ഞ പോർട്ടിക്കോ ഉപയോഗിക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റിൽ വായിക്കുന്നത് കേട്ടോ. സെക്കൻഡ് വൺ, റിസപ്ഷൻ. ഇനി റിസപ്ഷനിൽ എന്താ പറയുന്നത് നോക്കാം. The place where bodies are observed and documents examined. It should be easily reachable and approachable. അതായത് എന്താണ്? ഈ മൃതദേഹങ്ങള് ഡെഡ് ബോഡീസ് കൊണ്ടുവരുമ്പോ അതിനെ നിരീക്ഷിക്കാനും ബാക്കി ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ രേഖകളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് റിസപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ആൻഡ് അപ്രോച്ചബിൾ. അതായത് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു സ്ഥലത്ത് ആയിരിക്കണം ഈ റിസപ്ഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ഡെഡ് ബോഡി വരുമ്പോൾ ഡെഡ് ബോഡിനെ നിരീക്ഷിക്കാനും മറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ പാലിക്കാനൊക്കെയാണ് റിസപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ആയിരിക്കണം റിസപ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് നോക്കാം, ട്രോളി ബേ. എന്താ ട്രോളി ബേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ട്രോളി ബേ പഠിച്ചിട്ടില്ലേ നമ്മള്? നോക്കാം. The proper needed for trolley bay in 3 meters square is used for transportation of the dead body. It should be within reach of the reception. അല്ലെ? ഇപ്പൊ നമുക്ക് ട്രോളി ബേ എന്ന് പറയുമ്പോൾ ട്രോളി ബേക്ക് ആവശ്യമായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 meter square ആണ് അല്ലെ? അതായത് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായിട്ട് ട്രോളി ഉപയോഗിക്കുന്നു അല്ലെ? ട്രോളി മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. തള്ളി കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്ട്രക്ചർ പോലത്തെ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടില്ലേ? മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ട്രോളി ബേ എന്ന് പറയുന്നത്. അത് ഏകദേശം 3 meter square ആണ് അതിന്റെ ഒരു അളവ് എന്ന് പറയുന്നത്. ആ ഒരു ട്രോളി ബേക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ്? റിസപ്ഷന്റെ ആ ഒരു പരിധിയിൽ തന്നെ ആയിരിക്കണം ഈ ട്രോളി ബേയും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് ട്രോളി ബേയിൽ പറയുന്നത്. മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. Then fourth one, waiting area. A waiting
room of 50 meters square is suggested for the entry to visitors and relatives. സന്ദർശകർക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും പ്രവേശനത്തിനായിട്ട് ഒരു 15 മീറ്റർ സ്ക്വയറിൽ വിസ്തീർണമുള്ള ഒരു റൂമാണ് വെയിറ്റിംഗ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. വിസിറ്റിംഗ് വിസിറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. ചിലപ്പോൾ ഇതുപോലെ തന്നെ മൃതദേഹം ഐഡന്റിഫൈ ചെയ്യാനും മറ്റും റിലേറ്റീവ്സോ അല്ലെങ്കിൽ രോഗിയുമായിട്ട് ബോഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വരും. സോ ഒരു 15 മീറ്റർ സ്ക്വയറിലുള്ള ഒരു ഏകദേശം 15 മീറ്റർ സ്ക്വയറിലുള്ള ഒരു റൂം ആയിരിക്കണം ഈ വെയിറ്റിംഗ് ഏരിയക്ക് വേണ്ടി അലൗഡ് ചെയ്തിരിക്കുന്നത്. Then fifth one, storage chamber. Storage chamber വെച്ചാൽ ടൈപ്പ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബർ. അതായത് പോസിറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്, അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്. അതായത് നമ്മള് ചേംബർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡെഡ് ബോഡി സൂക്ഷിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അവിടെ പോസിറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്, ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്ന ടെമ്പറേച്ചർ നമ്മൾ ഫ്രീസ് ചെയ്യുന്നതൊക്കെ പറയില്ലേ. അപ്പോ അത് രണ്ട് ടൈപ്പ് ഉണ്ട്, പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവും. ജസ്റ്റ് നിങ്ങൾ ആ 5th പോയിന്റ് വരെ ഒന്ന് വായിക്കും. ശേഷം 12 പോയിന്റ് ഉണ്ട് കേട്ടോ നമുക്ക്. ഫങ്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാല് മെഷർമെന്റ് പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എക്സാമിന് ചിലപ്പോ വന്നാലോ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിൽ കൂടുതലും ഫങ്ഷൻസും പോയിന്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളത്. അപ്പോ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ, വിട്ട് കളയണ്ട, സ്കിപ്പ് ചെയ്യണ്ട. മെഷർമെന്റ് പറയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പഠിച്ചു വെച്ചോളൂ. ബാക്കി നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോ കുറച്ചൊക്കെ ഐഡിയ കിട്ടുമല്ലോ. ഇവിടെ വരെ നമ്മൾ വായിച്ചത് ഫങ്ഷണൽ ഏരിയ വായിച്ചു അല്ലെ. ഇനി പ്ലാനിങ് തുടങ്ങി. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫങ്ഷണൽ ഏരിയയില് 5 പോയിന്റ് വരെയാണ് പറഞ്ഞത്. 12 പോയിന്റ് നമുക്ക് ടോട്ടൽ ഉണ്ട്. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ബാക്കി നെക്സ്റ്റ് പോയിന്റ് കൂടി നമുക്ക് പറയാം. ജസ്റ്റ് പ്ലാനിങ് തുടങ്ങി വായിച്ചു നോക്കാം. 5 പോയിന്റ് വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫങ്ഷണൽ ഏരിയയില് 5 പോയിന്റ് വരെയായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അവിടെ വരെ ഒന്ന് വായിക്കാം. എക്സാം ഡേറ്റ് ഫിക്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മള് ചാപ്റ്റർ പോർഷൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇൻഫർമേഷൻ തരാം കേട്ടോ. എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ? പോർഷൻസ് കംപ്ലീറ്റ് ആവണ്ടേ?
വായിച്ചു എല്ലാവരോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. ടോട്ടലി ഫങ്ഷണൽ ഏരിയ എന്ന് പറഞ്ഞത് 12 എണ്ണമാണ്. നമ്മൾ 5 എണ്ണം വരെ പറഞ്ഞു. ഫിഫ്ത് പോയിന്റിൽ പറയുന്നത് സ്റ്റോറേജ് ചേമ്പറിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്. ഫസ്റ്റ് വൺ നോക്കാം. പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡെഡ് ബോഡി ഇത്ര ഡിഗ്രി സെൽഷ്യസിൽ കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയില്ലേ, അതിനാണ് പറയുന്നത് ഈ ടെമ്പറേച്ചറിന്റെ കാര്യങ്ങൾ കേട്ടോ. നോക്കാം. പോസിറ്റീവ് ടെമ്പറേച്ചർ. Bodies are kept between 2 degrees Celsius and 4 degrees Celsius. ഇവിടെ നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 ഡിഗ്രി സെൽഷ്യസ് 4 ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ നമ്മൾ ഡെഡ് ബോഡീസിനെ കീപ്പ് ചെയ്യുന്നതിനെയാണ്. While this is usually used for keeping bodies for up to several weeks. കുറച്ച് ആഴ്ചകളോളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഡിഗ്രി തുടങ്ങി 4 ഡിഗ്രി സെൽഷ്യസിൽ വരെ നമ്മൾ ഡെഡ് ബോഡീസിനെ സൂക്ഷിക്കുന്നത്. ചിലപ്പോൾ ഇതുപോലെ ആരെങ്കിലും റിലേറ്റീവ്സ് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാകും അല്ലെ, അങ്ങനെയൊക്കെ ഉള്ളവരെ ചിലപ്പോൾ മാക്സിമം ഒരു 4 വീക്ക് വരെ കുറച്ചൊരു എന്താണ് ആഴ്ചകളോളം മീൻസ് മാസങ്ങളോളം എന്നെല്ലാം പറയുന്നത് 2-3 ആഴ്ചകളോളം സൂക്ഷിക്കുന്നവരാണ് ഈ ഒരു ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീക്കേ. എന്താ ഡീക്കേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ജീർണിക്കുക അല്ലെങ്കിൽ നശിക്കുക. ഡെഡ് ബോഡീസ് ആവുമ്പോൾ ജീർണിച്ച് പോകുക എന്നുള്ളൊരു മീനിങ് ആണ്. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീക്കേ. ഡെഡ് ബോഡി ജീർണിക്കുന്നതിന് അധികം തടയുന്നില്ല. which continues at the slower rate than room temperature. അതായത് ആ ഒരു റൂമിലെ ടെമ്പറേച്ചറും ആ ഒരു കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ തുടരുന്നത് കൊണ്ട് അത് പെട്ടെന്ന് ജീർണിക്കില്ല. ആഴ്ചകളോളം എങ്കിലും എന്ത് ചെയ്യും ഈ ഡെഡ് ബോഡി സൂക്ഷിക്കാനായിട്ട് പറ്റുന്നു. പൂർണ്ണമായിട്ടും ജീർണിക്കാതെ നിൽക്കുന്നല്ല പറയുന്നത്, കുറച്ച് ആഴ്ചകളോളം ഈ ഒരു 2 ഡിഗ്രി തുടങ്ങി 4 ഡിഗ്രി സെൽഷ്യസിൽ ബോഡി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഒരു 2-3 ആഴ്ചകളോളം നിലനിൽക്കുന്നു. ജീർണിച്ച് മുഴുവനായിട്ടും ജീർണിക്കാതിരിക്കില്ല. ഒരു 4-5 ആഴ്ച കഴിയുമ്പോൾ ഏകദേശം ചെറുതായിട്ടൊക്കെ ഒന്ന് ജീർണിച്ചൊക്കെ വരാം. അതാണ് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ പറയുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ നോക്കാം. നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ -50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ കുറച്ചുകൂടി ടെമ്പറേച്ചർ താഴും അല്ലെ. അതായത് -50 ഡിഗ്രി 25 ഡിഗ്രിയിലുള്ളിലാണ് ബോഡീസ് നമ്മൾ സൂക്ഷിക്കുന്നത്. യൂഷ്വലി യൂസ്ഡ് ഫോർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെ, ഫോറൻസിക് പരമായിട്ടുള്ള നടപടികൾക്കും particularly when a body has been identified. ഇപ്പൊ ബോഡി തിരിച്ചറിയാനും മറ്റൊക്കെയാണ് നമ്മൾ അത്രയും ചിലപ്പോ at this temperature the body completely frozen as decay is totally stopped. ആഴ്ചകളല്ല മാസങ്ങളോളം ഈ ഒരു ടെമ്പറേച്ചറിൽ ബോഡി സൂക്ഷിക്കാം. മീൻസ് ഫ്രീസ് ആയിട്ടുണ്ട് അല്ലെ. ടോട്ടലി നമ്മൾ ജീർണിക്കുന്നവരെ സ്റ്റോപ്പ് ചെയ്യുന്നത് തടയുന്നത് മാസങ്ങളോളം ആ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മള് ടെമ്പറേച്ചർ നമ്മുടെ റൂമിൽ AC ഓൺ ആക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കൂളിംഗ് വരുന്നത് എപ്പോഴാണ് നല്ല രീതിയിൽ കൂളിംഗ് വരുന്നത്? മാക്സിമം മൈനസ് ആക്കുമ്പോഴല്ലേ കൂളിംഗ് വരുന്നത്? ആണോ ഇല്ലാലും ഓക്കെ. അപ്പൊ അതുപോലെ ചിന്തിച്ചാൽ മതി. നെഗറ്റീവ് ടെമ്പറേച്ചറിൽ കൂടുതൽ കുറച്ചും കൂടി ആഴ്ചകളല്ല മാസങ്ങളോളം ഡെഡ് ബോഡി കീപ്പ് ചെയ്യാൻ സാധിക്കും. ഈ ഡെഡ് ബോഡീസ് ജീർണിക്കുന്നതിനെ നമുക്ക് മാക്സിമം തടയാനും ഈ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചറിൽ സാധിക്കും. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. മതിയോ? അങ്ങനെ നോക്കിയപ്പോ കുറച്ചുകൂടി ക്ലിയർ ആയോ? നെഗറ്റീവില് കുറച്ചും കൂടി കൂടുതൽ നല്ല തണവ് നമുക്ക് കിട്ടും എന്നറിയാം അല്ലെ. നമ്മുടെ റൂമിലെ AC ഒക്കെ നമ്മൾ എടുപ്പോൾ അല്ലെ കുറച്ചും കൂടി നെഗറ്റീവ് ഒരു ഇത് മിനിമം -25 ഒരു നെഗറ്റീവ് ഒരു എന്താ പറയാ 17 അല്ലെങ്കിൽ 16, 15 എടുത്താൽ നല്ല കൂളിംഗ് അപ്പൊ തന്നെ നമ്മുടെ റൂം കൂളിംഗ് ആയി കിട്ടും ഇല്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞുള്ളേ. അപ്പൊ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡി ഒട്ടും തന്നെ ജീർണിക്കാതെ സ്റ്റോപ്പ് ചെയ്തിട്ട് കൂടുതലും കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ് അടുത്തതാണ് കേട്ടോ 6th പോയിന്റ്. പോസ്റ്റ്മോർട്ടം റൂം. പോസ്റ്റ്മോർട്ടം റൂം എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. The postmortem room is treated to be like an operation theater in all technicality. അതായത് ഒരു പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് തുല്യമാണെന്ന്. അതുപോലെയുള്ള കുറച്ച് ടെക്നിക്കലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് എക്യുപ്മെന്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ടാണെങ്കിലോ
വീഡിയോസോ മറ്റും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കാണാറില്ല അല്ലെ? കാണാനൊന്നും പോകണ്ടാവില്ല. അപ്പോ അവിടെ കുറച്ച് ഇതുപോലെ തന്നെ ടൂൾസും അല്ലെങ്കിൽ എന്താ പറയാ ടെക്നിക്കലി ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അങ്ങനെയുള്ള ഒരു ഏകദേശം ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് തുല്യമാണെന്ന് ഓപ്പറേഷൻ തിയേറ്ററിന് തുല്യമാണെന്നാണ് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മെഷീൻസും ഓപ്പറേറ്റിംഗ് സാധനങ്ങളും അങ്ങനെയുള്ള ടെക്നിക്കൽ ഉപകരണങ്ങളും ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇനി the major difference between mortuary and OT is ഇനി അപ്പൊ ഏകദേശം ഓപ്പറേഷൻ തിയേറ്റർ പോലെയാണ് മോർച്ചറി എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ എന്തായാലും ഒരു ഡിഫറൻസ് ഉണ്ടെന്ന്. മോർച്ചറിയും ഓപ്പറേഷൻ തിയേറ്ററും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. That in OT, utmost care is required to avoid outside infection that entails inside, and mortuaries need to make sure that inside infection does not spread out. എന്താണ് മോർച്ചറിയും ഓപ്പറേഷൻ തിയേറ്ററും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ പുറത്തു നിന്നുള്ള അണുബാധകൾ ശ്രദ്ധിക്കണം അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ പറഞ്ഞു അകത്ത് ചെരുപ്പൊന്നും യൂസ് ചെയ്യില്ല, സെപ്പറേറ്റഡ് ആയിട്ടുള്ള. നമ്മൾ ലേബർ റൂമിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ലേബർ റൂം എടുത്തതാണോ? നിങ്ങൾക്ക് ലേബർ റൂം എടുത്തത് ആണോ? എന്നിട്ട് നമ്മൾ യാതൊന്നും കേൾക്കാത്ത പോലെയാണല്ലോ എല്ലാവരും. നമ്മൾ പറഞ്ഞില്ലേ സെപ്പറേറ്റ് ചെരുപ്പ് നമ്മുടെ ചെരുപ്പല്ല ഉപയോഗിക്കുന്നത്, അവിടെ സെപ്പറേറ്റ് ചെരുപ്പുകൾ ഉണ്ടാകും അല്ലെ? ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഇൻഫെക്ഷൻസും മറ്റും അകത്തേക്ക് കിടക്കാതിരിക്കാം അല്ലെ? സോ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള അണുബാധകള് അകത്തേക്ക് കയറാതെ ശ്രദ്ധിക്കണം. ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. നേരെ മറിച്ച് നമുക്ക് മോർച്ചറിയിലേക്ക് വരാം. മോർച്ചറി ആണെങ്കിൽ എന്താണ്? മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇൻഫെക്ഷൻസ് ഒന്നും അണുബാധ പുറത്തേക്ക് പടരാതെ ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ? അതാണ് ഒറ്റ ഡിഫറൻസ് എന്ന് പറയുന്നത് മോർച്ചറിയും ഓപ്പറേഷൻ തിയേറ്ററും തമ്മിൽ. ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ പുറത്തു നിന്ന് ഇൻഫെക്ഷൻസ് അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. മോർച്ചറി ആണെങ്കിലോ മോർച്ചറിയുടെ ഉള്ളിൽ നിന്നും ഈ ഡെഡ് ബോഡീസ് കുറെ ദിവസം കിടക്കുന്ന ഡെഡ് ബോഡീസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ പുറത്തേക്ക് പ്രവേശിക്കാനും പാടില്ല. അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് അടച്ചിട്ടൊക്കെയാണ് മോർച്ചറി സൂക്ഷിക്കുന്നത് അല്ലെ? ഞാൻ പറഞ്ഞു വേറെ ആർക്കും മോർച്ചറിയിൽ പ്രവേശിക്കാനൊന്നും പാടില്ല. ഇപ്പൊ ഡോക്ടേഴ്സും മറ്റും സ്റ്റുഡൻസ് ഒക്കെ കയറണമെങ്കിൽ അവര് അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തുകൊണ്ടാണ് ഈ മോർച്ചറിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെ? ഇപ്പൊ മാസ്കും മറ്റ് ഗ്ലൗസും കാര്യങ്ങളും ഒക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മോർച്ചറിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പൊ ഫോറൻസിക്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ പ്രവേശിക്കുന്നത് അവരുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോ സംഭവം എന്താണ്? ഒരു OT പോലെ തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒറ്റ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് OT ആണെങ്കിൽ എന്താണ്? പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻ അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. മോർച്ചറി ആണെങ്കിലോ മോർച്ചറിയിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് പുറത്തേക്കും പ്രവർത്തിക്കാൻ മീൻസ് തടയാൻ പാടില്ല. OTയിൽ അകത്തേക്ക് പാടില്ല അല്ലെ? അതായത് മീൻസ് മനസ്സിലായോ? മോർച്ചറി ആണെങ്കിൽ നമ്മൾ ഡെഡ് ബോഡീസിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് പുറത്തേക്കും കടക്കാൻ പാടില്ല. ക്ലിയർ ആയോ? ഡിഫറൻസ് ഒറ്റ ഡിഫറൻസ് ഉള്ളൂ. ദെൻ ഇനി പറയുന്നത് നോക്കാം. 7th പോയിന്റ് ഓഫീസ് റൂം ഉണ്ടാവും, അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പിംഗ് റൂം ഒരു ഓഫീസ് പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ റെക്കോർഡും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു റൂം. Then 8th one doctor's room. Then 9th one store room. Then 10th room for technician and assistants. ടെക്നീഷ്യന്മാർക്കും അസിസ്റ്റൻസിനുള്ള റൂം. Then 11th one changing room. Then toilets. ചേഞ്ച് ഇപ്പൊ ഡ്രസ് ചേഞ്ച് ചെയ്യാനും പറ്റുള്ള റൂം. സ്റ്റാഫുകളൊക്കെ ഉണ്ടാവില്ലേ മോർച്ചറിയില്ല? ചിലപ്പോ സെക്യൂരിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് ഉണ്ടാവും, അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു റൂം. ലാസ്റ്റ് വൺ ടോയ്ലറ്റ്സും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഒരു മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ.
പോസിറ്റീവ് ടെമ്പറേച്ചറിലും നെഗറ്റീവ് ടെമ്പറേച്ചറിലും ആ ഡിഗ്രി സെൽഷ്യസ് ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ 2 ഡിഗ്രി തുടങ്ങി 4 ഡിഗ്രി സെൽഷ്യസിലാണ് ബോഡീസ് നമ്മൾ സൂക്ഷിക്കുന്നത്. അത് ഏകദേശം ഒരു ആഴ്ചകളോളം സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഈ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നത്. അതായത് ഒരു 2 ആഴ്ചയോ മാക്സിമം ഒരു 4 ആഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. ഇങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും ഡെഡ് ബോഡി ജീർണിക്കുന്നതിന് തടയുന്നില്ല എന്ന്. അതായത് ഒരു 3-4 ആഴ്ചയോളം നിലനിൽക്കും. പക്ഷെ അത് ആ ഒരു ടെമ്പറേച്ചറിന്റെയും ഈ ഒരു സിറ്റുവേഷൻസിൽ എന്തെയും മൊത്തമായിട്ടും ജീർണിക്കുന്നില്ല. ചിലപ്പോൾ ഒരു 4 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ചെറിയ രീതിയിലേക്ക് ജീർണിച്ചിട്ട് തുടങ്ങിയേക്കാവുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ ആകുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ AC ഇടുമ്പോൾ ആലോചിക്കാം നമ്മൾ മാക്സിമം നെഗറ്റീവിൽ വരുമ്പോഴാണ് കൂളിംഗ് വരുന്നത്. സോ ഇവിടെയും മാക്സിമം നെഗറ്റീവ് 50 ഡിഗ്രിയിലാണ് നമ്മൾ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്. അത് നമ്മൾക്ക് കുറച്ചും കൂടി ഇപ്പൊ ആഴ്ചകളല്ല ചിലപ്പോൾ മാസങ്ങളോളം ഡെഡ് ബോഡി കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പോ ഫോറൻസിക് റിപ്പോർട്ടിനോ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഇതുപോലെ അജ്ഞാത മൃതദേഹങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 മാസം 2 മാസത്തോളം മോർച്ചറിയിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നത്. അത് കൂടുതലും പരമാവധി നമ്മൾ ഈ ഡീകേ ആവുന്നതിന് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. 1 മാസമോ 2 മാസമൊക്കെ കൂടുതൽ കാലം ആഴ്ചകളെല്ലാം കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നു. ഡീകേ ആവാന്ന് വെച്ചാൽ പെട്ടെന്ന് ജീർണിക്കില്ലാണ്, അതിനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഓട്ടിയും മോർച്ചറിയും നമ്മളാണ് ഡിഫറെന്റ് എന്ന് നോക്കി വെക്കണേ. എളുപ്പമാണ്, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, ബാക്കി ഓപ്പോസിറ്റ് നോക്കാം. OT എന്ന് പറഞ്ഞാല് പുറത്തു നിന്നും അകത്തേക്ക് മീൻസ് OT എന്ന് പറയുമ്പോൾ എന്താണ്, ഔട്ട് എന്നുള്ളൊരു മീനിങ് അല്ലേ? അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തൊക്കെ ഒന്ന് പഠിച്ചു നോക്കട്ടോ. നമ്മൾ എന്ത് കാര്യമേ പണം ബൈ ഹാർട്ട് ചെയ്യുന്നതിന് കുറച്ചും കൂടി കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളൂ. കംപ്ലീറ്റ് ആയില്ല എല്ലാവരുടെയും വായിച്ചോ? ഇപ്പൊ നമ്മള് ഫങ്ഷണൽ ഏരിയ നോക്കിയത് 12 ഫങ്ഷണൽ ഏരിയ ഉണ്ട് മോർച്ചറിക്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മോർച്ചറീസ്. ഡിഫറെന്റ് ടൈപ്പിലുള്ള മോർച്ചറീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള മോർച്ചറിയാണ് വരുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ വെയിറ്റിംഗ് മോർച്ചറി, സെക്കൻഡ് വൺ ഹോസ്പിറ്റൽ മോർച്ചറി, തേർഡ് വൺ പ്രൈവറ്റ് മോർച്ചറി. 3 തരത്തിലുള്ള മോർച്ചറിയാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് അതിൽ ഫസ്റ്റ് മോർച്ചറി മാത്രം ജസ്റ്റ് നോക്കാം. വെയിറ്റിംഗ് മോർച്ചറി. എന്തായിരിക്കും വെയിറ്റിംഗ് മോർച്ചറി എന്ന് ഉദ്ദേശിക്കുന്നത്? പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? വെയിറ്റിംഗ് മോർച്ചറി. എന്താ വെയിറ്റിംഗ് മോർച്ചറി? ഒരു ഐഡിയ ഇല്ല. നമുക്ക് മോർച്ചറിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകളാണ് ഞങ്ങൾ എന്നല്ലേ വിചാരിക്കുന്നത്? ആണോ? വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എന്തെങ്കിലും ഗസ്റ്റ് ചെയ്ത് പറയാമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, ആണോ?
അല്ലേ? ആണോ? കുറച്ചുപേരെ പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ട് അധികം ചോദിക്കണില്ല അല്ലെ. മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ പോലെ നമ്മള് മോർച്ചറി എന്നുള്ള ആരും കയറി നോക്കിയിട്ടില്ല എന്ന് എനിക്കറിയാം. അജ്ഞാത മൃതദേഹങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, നോക്കാം എന്താണ് നമുക്ക് വായിച്ചു നോക്കാം. ടൈപ്പ് ഓഫ് മോർച്ചറിയില ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെയിറ്റിംഗ് മോർച്ചറിയാണ്. നോക്കാം. A waiting mortuary is a mortuary building planned specifically for the purpose of proving that the deceased person are truly dead. അതായത് ആ ഒരു പേഴ്സൺ അല്ലെ, മരിച്ച വ്യക്തികള് യഥാർത്ഥത്തിൽ അയാൾ മരിച്ചോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു റൂമാണ് ഈ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അതായത് മീൻസ് അയാള് എന്തെങ്കിലും ചെറിയ ജീവനുണ്ടോ, യഥാർത്ഥത്തിൽ ആള് മരിച്ചോ എന്ന് ഉറപ്പാക്കുന്ന ഒരു ഏരിയയാണ് ഈ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കാം. ബിഫോർ ദ എമർജൻസ് ഓഫ് ദ മോഡേൺ മെത്തേഡ്സ് വെരിഫൈങ് ദ പീപ്പിൾ ഫെയർഡ് ദാറ്റ് ദേ വുഡ് പ്യൂർ ലൈഫ് അല്ലെ. അതായത് എന്താണ് ബിഫോർ എമർജൻസി? അതായത് നമുക്കറിയാം ഈ മരണം സ്ഥിരീകരിക്കുന്നതിനുള്ള ആധുനിക രീതികൾ അല്ലെ. ബിഫോർ എമർജൻസി നൂതനമായിട്ടുള്ള രീതികളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് എന്താണ്, അങ്ങനെയുള്ള അതിക്ക് മുൻപ് തന്നെ ആളുകൾ എന്താണ് മരിച്ചു കഴിയുമ്പോൾ തന്നെ ആളുകൾ എന്ത് ചെയ്യും, ബ്യൂറൽ ചെയ്യോ അല്ലെങ്കിൽ കുളിച്ചിട്ടോ ഡെഡ് ബോഡീസ് മറവ് ചെയ്യോ എന്നുള്ളൊരു അങ്ങനെയാണ് ആളുകൾ ഭയപ്പെട്ടിരുന്നത്. മീൻസ് എന്താണ്, ഇപ്പോ അതിനുള്ള കുറച്ചും കൂടി പുതിയ പുതിയ നൂതന ഫെസിലിറ്റീസുകളും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോ മുൻപ് ഇതെല്ലാം വരുന്നതിന് ബിഫോർ ദ എമർജൻസിന് മുന്നേ എന്താണ് മരണം സ്ഥിരീകരിക്കുക അങ്ങനെയൊന്നുമില്ല. മരണം സ്ഥിരീകരിക്കുന്നതിന് അതിനൊക്കെ മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആളുകൾ എന്ത് ചെയ്യും, ഈ മീൻസ് കുളിച്ചിടും. അന്നിങ്ങനെ മോർച്ചറി സൗകര്യങ്ങളൊന്നും ഇല്ലാലോ. അപ്പോ അന്നിങ്ങനെ മറവ് ചെയ്യുമെന്നൊക്കെ ഒരു ഭയപ്പെട്ടിരുന്നു ജനങ്ങൾ. മീൻസ് അന്നിങ്ങനെ മോർച്ചറി സൗകര്യങ്ങളില്ല, മരിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നില്ല, ആള് മരിച്ചോ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകുക അങ്ങനെയൊന്നുമില്ല. ഇന്ന് നമുക്കറിയാം ഇപ്പോ ചിലപ്പോ മേ ബി എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഇതാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടേഴ്സ് സ്ഥിരീകരിക്കും മരണം ഇല്ലേ. അല്ലാതെ നമ്മൾ ഈ ഒരു വ്യക്തി മരിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് ഒരിക്കലും സ്വയം അങ്ങനെ നമ്മൾ എന്താ പറയാ സ്ഥിരീകരിക്കാറില്ല. ഡോക്ടേഴ്സ് ആണ് അത് സ്ഥിരീകരിക്കുന്നത് ഇല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ വെച്ച് എന്തെങ്കിലും പറ്റി മരണപ്പെടുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, ഹോസ്പിറ്റലിലേക്ക് ആളെ കൊണ്ടുപോയിട്ട് ഡോക്ടേഴ്സ് ആണ് ആള് മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത്. ആണോ? അങ്ങനെയല്ലേ? ആണോ? ചെറിയ ജീവിതം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാണല്ലോ പണ്ടെന്ന് വെച്ചാൽ. അങ്ങനെയല്ല, ആള് മരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ആളുടെ ഡെഡ് ബോഡി മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ടു ലെസൺ സച്ച് ഫിയേഴ്സ് the lately deceased were housed for a time in a waiting mortuary where attendants would watch for signs of life. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഭയമൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള ഈ ഭയത്തിനെയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു വെയിറ്റിംഗ് മോർച്ചറി എന്നുള്ള ഒരു സംവിധാനം ആധുനിക നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു എന്താ പറയാ ആധുനിക യുഗത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മരിച്ചവരെ ഒരു കാത്തിരിപ്പിക്കാനുള്ള ഒരു വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കും. എന്നിട്ട് എന്താണ് അവിടുത്തെ അറ്റൻഡേഴ്സ് ഉണ്ടാവില്ലേ, അവിടുത്തെ വർക്കേഴ്സ് അവരെന്ത് ചെയ്യും, ഇപ്പോ എന്തെങ്കിലും ഒരു സയൻസ് ഇപ്പൊ ഒരാൾക്ക് ജീവനുണ്ടോ, ചെറിയൊരു ജീവന്റെ അടയാളം ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യും, ഈ അറ്റൻഡേഴ്സ് പരിശോധിക്കുന്നു. ചെറിയൊരു രീതിയിൽ ജീവനുണ്ടോ എന്നൊക്കെ അവര് ചെക്ക് ചെയ്യുന്നു. Then last one, to corpses would be allowed to decompose partially prior to burial. എന്താണ് ഈ കോർപ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോർപ്സസ് എന്ന് വെച്ചാൽ ഡെഡ് ബോഡീസ് തന്നെയാണ് മീനിങ്. ഈ ഡെഡ് ബോഡീസ് നമ്മൾ കുറച്ച് നാളൊക്കെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇത് സൂക്ഷിക്കുന്നതിനനുസരിച്ചിട്ട് മൃതദേഹങ്ങൾ ഭാഗികമായിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് അഴുകാൻ തുടങ്ങും. മീൻസ് ഇപ്പോ നിങ്ങൾ പറഞ്ഞ അജ്ഞാത മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതുവരെ ആള് വന്നില്ലെങ്കിൽ അത് കുറച്ച് നാളൊക്കെ വെയിറ്റ് ചെയ്യും. പക്ഷെ മൃതദേഹങ്ങൾ അഴുകാൻ തുടങ്ങുമ്പോൾ അതെന്ത് ചെയ്യും, സംസ്കരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അതായത് ആള് മരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ജീവനുണ്ടോ എന്നൊക്കെ ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി, യഥാർത്ഥത്തിൽ മരണം മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മോർച്ചറിയാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത രണ്ടെണ്ണം ഉണ്ട്. ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് മോർച്ചറി ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതി. ഇത്രയും ഭാഗം ക്ലിയർ ആക്കി വെക്കാം. ഓക്കെ.
ഓക്കെ, ബാക്കി 2 ബോക്സിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോലെ എല്ലാം കൂടി ആകണ്ടല്ലോ. മതിയോ? മതി മാം. അല്ലെ? ഇപ്പൊ തന്നെ ധാരാളമായിട്ടുണ്ട്. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് എങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം മനസ്സിലാക്കി തന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഫോർത്ത് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഡ് ബോഡി സൂക്ഷിക്കുകയാണല്ലോ. അപ്പൊ സൂക്ഷിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ അത് ജീർണിച്ച് തുടങ്ങാനും ചാൻസ് ഉണ്ടെന്ന്. വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ, മറ്റിന്റെ ഡിഗ്രി സെൽഷ്യസിലൊന്നും വെക്കുന്നില്ലാലോ. സോ കുറച്ചും കൂടി കഴിയുമ്പോൾ അത് ജീർണിച്ച് പയ്യെ ഡെഡ് ബോഡീസ് ജീർണിക്കാൻ തുടങ്ങുന്നത്. സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ട്, അതായത് നമ്മുടെ മോഡേൺ യുഗമല്ല, അതിക്ക് മുൻപ് ഇതുപോലെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോ അപ്പോ അവര് എന്താണ്, നമ്മള് മരിച്ചു കഴിയുമ്പോൾ, ഇപ്പൊ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ എന്താണ്, അതുപോലെ മോർച്ചറിയോ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും അന്നത്തെ കാലത്തില്ല. സോ മരിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്യും, ഈ ഡെഡ് ബോഡി മറവ് ചെയ്യും അല്ലെ. ആ ഒരു ഭയമാണ് അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ആ ഒരു ഭയമൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു മോർച്ചറിയും വെയിറ്റിംഗ് മോർച്ചറി എന്നൊക്കെ ഉള്ളത് അതിന്റെ ജീവിതത്തിൽ വന്നത്. ജസ്റ്റ് പഴയ ഒരു കാലത്തെ കുറിച്ച് പറഞ്ഞെന്നുള്ളൂ. അന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ജസ്റ്റ് ആ പോയിന്റിന്റെ ഒപ്പം ചേർക്കുന്നുള്ളൂ. നമുക്ക് വെയിറ്റിംഗ് മോർച്ചറി എന്താണെന്നാണ് നോക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ അടുത്തത് ഇത്രയും ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ ആണോ? ചെറിയ പോയിന്റുകളാണ് എങ്കിലും അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ദെൻ ബാക്കി 2 മോർച്ചറി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ദെൻ എക്സാമിന്റെ കാര്യങ്ങൾ എന്താണ്, എക്സാം നിങ്ങൾക്ക് ടൈം ഫിക്സ് ഒന്നും ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും, ആണോ? യെസ് മാം. ഓക്കെ, പഠിക്കുന്നുണ്ടോ? ഇത്ര അടുത്ത പോർഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ? അതെ മാം, പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്ററും പിന്നെ ആംബുലൻസിന്റെ ചാപ്റ്റർ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. എടുത്തോണ്ടിരിക്കുന്നതല്ലേ? ഓക്കെ ഓക്കെ, നമ്മളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ഉള്ളത് ഇൻഫർമേഷൻ ഒക്കെ തരും. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? എന്ത് പറ്റി നിങ്ങൾ സ്പീഡ് മീൻസ് കുറച്ച് സ്പീഡിൽ പോയതുകൊണ്ട് മനസ്സിലാവാതിരുന്നോ? ഇങ്ങനെയാണോ? ഇല്ല മാം, ഇന്ന് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. ഓക്കെയാണ്. ഓക്കെ, ചില ഭാഗങ്ങളെ വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഇതാണെന്ന് അത്രയും ക്ലിയർ ആയിട്ട് കുറച്ചുകൂടി മനസ്സിലാക്കി തന്നത് കേട്ടോ. സ്പീഡ് കുറച്ച് നമുക്ക് ചില ചാപ്റ്റേഴ്സിൽ ചെറിയ ചെറിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഫ്ലോയിൽ സ്പീഡിൽ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, ഇന്ന് ക്ലിയർ ആണോ? എടുത്തത് ഓക്കെ ആണല്ലോ? അധികം എടുക്കേണ്ടതാണ് കരുതിയാണ് നമ്മൾ അത്രയും ഭാഗം അടുത്ത ക്ലാസ്സിൽ ഒന്ന് വായിക്കാം. ദെൻ അതിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ഓക്കെ മാം. മാം, 4th സെന്റൻസിന്റെ ലാസ്റ്റ് പ്രയർ ടു ബ്യൂറിയൽ ആണോ അതോ ബർസൽ ആണോ? ബർസലിന്റെ മീനിങ് എന്താണെന്ന് പറയുന്നു. ഏതായാലും നമ്മളിപ്പോ വായിച്ചതാണോ? ഡീകമ്പോസ് പാർഷ്യലി പ്രയർ ടു ബ്യൂറിയൽ ആണോ? ശവ അടക്കുന്നതിന് മുമ്പ്. ബ്യൂറിയൽ തന്നെ ആയിട്ടോ കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറയാവേ. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. മീൻസ് ലാസ്റ്റ് ഭാഗത്താണോ പറഞ്ഞത്? അതെ മാം. PUR ബർസൽ എന്നാണല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ബർസൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൺ ഫ്ലൂയിഡ് എന്നൊക്കെ ഇല്ലേ മാം? അപ്പൊ ബ്യൂറിയൽ തന്നെയാണ് കേട്ടോ. ബ്യൂറിയൽ തന്നെയാണ്. നമുക്കിവിടെ ശവസംസ്കാരം നടത്തുക എന്നുള്ള ഒരു മീനിങ് അല്ലേ വരുന്നത്. ബ്യൂറിയൽ തന്നെയാണ് കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെച്ചേട്ടോ. ബ്യൂറിയൽ തന്നെയായിരിക്കും. മിസ്റ്റേക്ക് വന്നതായിരിക്കും കേട്ടോ നമ്മുടെ PDF-ല്. നമ്മൾ ആ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ അങ്ങനെ തന്നെയുള്ള മീനിങ് വരുന്നത്. മീൻസ് നമ്മള് എന്താണ് അഴുകാനായിട്ട് തുടങ്ങുന്നുള്ളതാണ് അത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ അത്രയും ഭാഗം ഒന്ന് വായിക്കാം. ബ്യൂറിയൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. നമ്മളൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.